ആജ്ഞയാണ് കോടതി പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പ്രതികളെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ വിയ്യൂർ ജയിലിലേക്കാണ് മാറ്റുന്നത്. അവിടെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ പോവുകയാണ്. ഇതിൽ ഒരു പ്രതി തന്നെ കണ്ണൂർ ജയിലാകണം നിർദ്ദേശിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്കാണ് ഈ പ്രതികളെ കൊണ്ടുപോകുന്നത്. ഇനി അപേക്ഷ നൽകി വേണം, ജയിൽ മാറ്റം വേണമെങ്കിൽ അക്കാര്യങ്ങളിൽ പുതിയ അപേക്ഷ നൽകി വേണം അക്കാര്യങ്ങൾ തീരുമാനമാകാൻ. എല്ലാ പ്രതികളെയും ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്കാണ് മാറ്റുന്നത്. അവരെ കൊണ്ടുപോകാനുള്ള പോലീസ് വാഹനമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അല്പസമയത്തിനകം പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരും. ഇതിൽ തങ്ങൾക്ക് ലഭിച്ച ശിക്ഷ വളരെ കൂടിപ്പോയി എന്ന വികാരമാണ് പല പ്രതികളും കോടതിക്കുള്ളിൽ പ്രകടിപ്പിച്ചത്. പൊട്ടിക്കരയുന്ന പ്രതികളുണ്ടായിരുന്നു. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ അമ്മ ഒറ്റയ്ക്കാണ് എന്നും അമ്മയ്ക്ക് വെർട്ടിഗോ രോഗമാണ് എന്നതും ഒക്കെ ചൂണ്ടിക്കാട്ടി ശിക്ഷയിൽ ഇളവ് വേണം എന്ന ഒരു ആവശ്യം കോടതിയുടെ മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ കോടതി അത് മറ്റൊരു തരത്തിൽ പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചു എന്നത് കോടതി ഈ ശിക്ഷാവിധിയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് മാക്സിമം ശിക്ഷ വേണ്ടതില്ല എന്ന ഒരു തലത്തിലേക്ക് കോടതി എത്തിയത്. അങ്ങനെയാണെങ്കിൽ പ്രതികൾ ഈ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കോടതി പരിഗണിച്ചു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. തങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശിക്ഷ കുറയ്ക്കണം എന്ന ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 20 വർഷം കഠിന തടവ് എന്ന ഒരു പ്രഖ്യാപനം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ 6ാം പ്രതി ഉൾപ്പെടെ കോടതി മുറിയിൽ കരച്ചിലടക്കാനാകാതെ ഇരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആജ്ഞ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവന്നോ? വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടന്നു വന്നത്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, അല്പസമയത്തിനകം പ്രതികളെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മൾ കുറേ നേരമായി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ 6 പ്രതികൾക്കും കഠിന തടവ്, 20 വർഷം കഠിന തടവ് എന്നുള്ളതാണ് ഇപ്പോൾ വിചാരണ കോടതിയുടെ വിധി. അങ്ങനെയാണ്. അതേസമയം പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇതിലെ വിധിയിലെ നിരാശ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഈ കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പ്രതികൾ സാധാരണമായി അതായത് ഈ കേസിൽ ബലാത്സംഗ കുറ്റമുണ്ട് എന്ന് കണ്ടെത്തിയാൽ തന്നെ ഏറ്റവും ലഭിക്കേണ്ടത് മിനിമം ഇത്ര നൽകേണ്ടതുണ്ട്. അതൊരു നേരത്തെ പറഞ്ഞതുപോലെ ജഡ്ജിന്റെ വിവേചനാധികാരമായിരിക്കാം, പക്ഷേ അത്രയും നൽകേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യം മാത്രമാണ്. പരമാവധി ശിക്ഷ ജീവപര്യന്തമാണ്. അതേസമയം പ്രോസിക്യൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതികളെ കോടതി കേട്ടപ്പോഴൊക്കെ പ്രതികൾക്ക് മുന്നോട്ട് നിരത്താനുണ്ടായിരുന്ന കുടുംബ പശ്ചാത്തലമായിരുന്നു. അവരുടെ പ്രായം, കുടുംബ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ശിക്ഷയിൽ ഇത്ര ചെറിയ ശിക്ഷ നൽകിയത് എന്നുള്ളതാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും ഈ 2ാമത്തെ പ്രതിയും 6ാമത്തെ പ്രതിയും കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയോട് സംസാരിച്ചത്. അതേസമയം 1ാം പ്രതി പൾസർ സുനി മാത്രമാണ് നേരിട്ട് ബലാത്സംഗം ചെയ്തത് എന്നുള്ള കണ്ടെത്തലായിരുന്നു ആദ്യഘട്ടത്തിൽ. കോടതി മറ്റു പ്രതികളെയും അത്തരത്തിൽ അവരുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയും പ്രോസിക്യൂട്ടറും തമ്മിൽ അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് നിർഭയ കേസുമായി ബന്ധപ്പെട്ട് നിർഭയയുമായി താരതമ്യം ചെയ്യേണ്ട കേസല്ല ഇതെന്നാണ് പൾസർ സുനിയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ ആ സമയത്ത് ഉന്നയിച്ചത്. അങ്ങനെയാണ്. അതേസമയം നമുക്കറിയാം, രാജ്യമാകമാനം സമാനതകളില്ലാത്തൊരു കേസ് അതിൻ്റെ വിധിക്കായി കാത്തിരിക്കുന്നു. കഴിഞ്ഞ 8.5 വർഷമായത് 2017 ഫെബ്രുവരി 17 മുതൽ ഇങ്ങോട്ട് ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള അവളെ മാനഹാനിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്യാനുണ്ടായത് അങ്ങേയറ്റം സമാനതകളില്ലാത്ത ഒരു കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ കേരളത്തിന്റെ സ്ത്രീ സുരക്ഷ എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു കേസ് കൂടിയായിരുന്നു. അങ്ങേയറ്റം സൗഹൃദത്തോടെ ആളുകൾ കാത്തിരുന്ന, അല്ലെങ്കിൽ സമൂഹം കാത്തിരുന്ന ഒരു വിധിയായിരുന്നു. പക്ഷേ ജഡ്ജ്മെന്റ് സമൂഹത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ജഡ്ജി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അത്തരം ചോദ്യങ്ങൾ, അതായത് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നുണ്ട്, ഇത് ഈ സമൂഹത്തിന് മാതൃകയാകുന്ന, സന്ദേശമാകുന്ന വിധിയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേസമയം റിഫോർമേറ്റീവ് തിയറിയുടെ കാര്യവും അപ്പോൾ ആ സമയത്ത് ജഡ്ജി ചോദിക്കുന്നുണ്ട്. അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളുകളിൽ കൂടുതലും ഇവർക്ക് കൂടുതൽ
നന്നാവാനുള്ള അല്ലെങ്കിൽ നല്ല നടപ്പിനുള്ള പശ്ചാത്തലങ്ങൾ ഒരുക്കി നൽകുന്ന ഒരു സാഹചര്യം കൂടെയാണ്. കൂടുതൽ ദണ്ഡനങ്ങൾ ഏൽപ്പിക്കാതെ അവരെ കൂടുതൽ നല്ല നടപ്പിലേക്ക് അവർക്ക് വേണ്ട കൗൺസിലിംഗ് ഒരുക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൂടെ എന്നും ജഡ്ജ് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. അതേസമയം പ്രോസിക്യൂട്ടർ ഇത്രയും വാദങ്ങൾക്കിടയിലും പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയായിരുന്നു. പ്രത്യേകിച്ചും നിരാലംബയായ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ മാനഹാനി ഉണ്ടാക്കി അവർക്ക് അവരുടെ ജീവിതം തന്നെ തകർത്ത് കഴിഞ്ഞ 8 വർഷമായി അവർ അതുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പരിഗണിക്കുന്ന തരത്തിലേക്ക് തന്നെ വേണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂട്ടർ കോടതിയിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ തന്നെ വിധി വന്നപ്പോൾ 20 വർഷമാണ് തടവ് നൽകിയിരിക്കുന്നത്. ചൂണ്ടിക്കാട്ടിയ ആ കാര്യങ്ങളൊക്കെ ഈ വിധി പ്രസ്താവത്തിൽ കോടതിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തതായിരുന്നു എന്ന വസ്തുത കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായതയും ഉണ്ടാക്കുകയും ചെയ്തു എന്നത് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതവർക്ക് മാനസിക ആഘാതവും നൽകി എന്നത് കോടതി വിലയിരുത്തുന്നു. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് അവർ ആക്രമിക്കപ്പെട്ടതെന്നതും മുൻകൂട്ടി കാണാതെയുള്ള സംഭവമായിരുന്നു ഇതെന്നതും പരിഗണിക്കേണ്ടതുണ്ട് എന്നതൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനൊടുവിൽ പക്ഷേ എന്നിരുന്നാലും പ്രതികളുടെ പ്രായം, അവരുടെ കുടുംബ സാഹചര്യം, ഒന്നാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം എന്നിവയും കോടതി പരിഗണിക്കുന്നു എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. മാത്രവുമല്ല 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം എന്നതുകൂടി ചൂണ്ടിക്കാട്ടുന്നു. അതിനുശേഷമാണ് നിർഭയ കേസിന്റെ ഉദാഹരണം കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകുന്നില്ല, അല്ലെങ്കിൽ പരമാവധി ശിക്ഷ നൽകേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു. ഈ വിഷയത്തിൽ നമുക്കൊപ്പം ഡാനി പോൾ കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, 8-ാം തീയതി വന്ന വിധി പ്രസ്താവന തന്നെ ഗൂഢാലോചന, ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ആർക്ക് വേണ്ടിയാണോ ഈ കൊട്ടേഷൻ, അങ്ങനെ ആ കൊട്ടേഷൻ ഇവരെ ഈ നേരിട്ട് ഇടപെട്ട പ്രതികളെ ഏൽപ്പിക്കുന്ന ആൾ കോടതിയിൽ നിന്ന് വിടുതൽ നേടി പോകുന്നത് വലിയ ആഘാതമാണ് അതിജീവിതയ്ക്ക് ഉണ്ടാക്കിയത്. പൊതുസമൂഹത്തിലും ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾക്ക് അത് തുടക്കമിട്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റക്കാര് എന്ന് കണ്ടെത്തിയവർക്ക് ഏറ്റവും മിനിമം ശിക്ഷ എന്ന ഒരു സമീപനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് വിചാരണ ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ തന്നെ ഈ വിധി പ്രസ്താവത്തെക്കുറിച്ച് പുറത്തു നടക്കുന്ന ചർച്ചകൾ അത് കോടതി കേട്ടിട്ടുണ്ട്, കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നത് കോടതി പറയുന്നു. കോടതിയുടെ നടപടിക്രമങ്ങളെ യാതൊരു തരത്തിലും ഇക്കാര്യങ്ങൾ ബാധിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും എന്നത് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിജീവിത, അവരെ അനുകൂലിക്കുന്നവർക്കൊക്കെ വലിയ നിരാശ ഈ കോടതി വിധി ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? രേണുക, ഈ കോടതി വിധിയിൽ പലരും തന്നെ പ്രകടിപ്പിച്ചത് അവർക്ക് ജീവപര്യന്തം തടവ് ലഭിക്കുമെന്ന രീതിയിൽ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലേക്ക് പോയിട്ടില്ല. പ്രോസിക്യൂഷൻ പക്ഷെ പറയുന്നുണ്ട് നിരാശാജനകമാണ്, പ്രതീക്ഷിച്ച വിധി ഉണ്ടായില്ല, ഇതിൽ തങ്ങൾ മേൽക്കോടതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പൊതുവെയിൽ ഇതിൽ പറയുന്നത് കുറച്ചുകൂടി കടുത്ത ശിക്ഷ, ജീവപര്യന്തം തടവ് വരെ പ്രതീക്ഷിച്ചിരുന്നതാണ് പലരും തന്നെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞ സാഹചര്യത്തിൽ, എല്ലാവരും തന്നെ കുറ്റക്കാരാണ് എന്ന് ബോധ്യം വന്ന സാഹചര്യത്തിൽ അവർക്കുള്ള ശിക്ഷയിൽ കാഠിന്യവും കുറച്ചുകൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിച്ചത്. കാരണം ഒരു ജീവപര്യന്തം തടവ് എല്ലാം തന്നെ ഒന്നാം പ്രതിക്കടക്കം പ്രതീക്ഷിച്ചിരുന്നിരുന്നു.